വെൽക്കം ടു NRI വേൾഡ്. കോടികൾ വാരുന്ന നൈക്കിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ശമ്പള വിവരം അറിയണോ? US-ൽ ജോലി ചെയ്യുന്ന H-1B വിസക്കാരുടെ, അതായത് IT, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, മെഡിസിൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ ശമ്പളം എത്രയായിരിക്കും? ഇക്കാര്യം വ്യക്തമാക്കുന്ന H-1B വിസ പ്രോഗ്രാം ഡാറ്റ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ പുറത്തുവിട്ടിരിക്കുകയാണ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ പുറത്തുവിട്ട H-1B വിസ പ്രോഗ്രാം ഡാറ്റയിലാണ് ഈ വിവരങ്ങൾ. വിദേശികളായ ജീവനക്കാരെ നിയമിക്കുന്ന സമയത്ത് കമ്പനി തൊഴിൽ വകുപ്പിൽ സമർപ്പിക്കേണ്ട രേഖയായ ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻസിലാണ് ഈ വിവരം. ടെക്നോളജി ഡിവിഷനിലെ ജീവനക്കാരെ കുറയ്ക്കാൻ നൈക്ക് ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട്. എത്ര ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ചില സാങ്കേതിക ജോലികൾ കരാർ നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. 5 വർഷത്തെ വിലക്ക്. ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് വിനോദസഞ്ചാരികൾ ഇന്ത്യയിലേക്ക്. വിസ വിലക്ക് നീക്കി ഇന്ത്യ. തീർന്നു. ഇനി ചൈനക്കാർക്ക് ഇന്ത്യൻ വിസ നേടാം. ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുന്ന തീരുമാനം. ഗാൽവാൻ ഏറ്റുമുട്ടലും കോവിഡും മൂലമാണ് ചൈനീസ് വിനോദസഞ്ചാരികൾക്കുള്ള വിസ വിലക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇടപെടലുകളും ചർച്ചകളും നടന്നു. അതിർത്തിയിൽ നിന്ന് ഇരു രാജ്യങ്ങളും സൈന്യങ്ങളെയും പിൻവലിച്ചിരുന്നു. ഗാൽവാൻ ഏറ്റുമുട്ടൽ ഇന്ത്യ ചൈന ബന്ധം താറുമാറാക്കി. 1962 യുദ്ധത്തിനു ശേഷം ഉഭയകക്ഷി ബന്ധം ഏറ്റവും മോശമായ ഘട്ടം. ഇപ്പോഴത്തെ തീരുമാനം ശുഭപ്രതീക്ഷ നൽകുന്നു. വിദേശികൾക്കു വേണ്ടി നിക്ഷേപ വിസ പ്രോഗ്രാം അവതരിപ്പിച്ച് മാലിദ്വീപ്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് സുവർണാവസരം. രാജ്യത്തെ ആദ്യ നിക്ഷേപക വിസ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായി മാലിദ്വീപ് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് എന്ന കമ്പനിയുമായി കരാറിൽ ഒപ്പുവെച്ചു. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചാൽ വിദേശികൾക്ക് ദീർഘകാല താമസാനുമതി നേടാം. പദ്ധതി രൂപകൽപ്പനയും നടത്തിപ്പും ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ആണ്. ലോകമെമ്പാടും ഇവർക്ക് സമാനമായ പദ്ധതികളുണ്ട്. രാജ്യങ്ങൾക്ക് $15 ബില്യൺ നേരിട്ടുള്ള വിദേശ നിക്ഷേപം സമാഹരിക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ഹെൻലി. ഉത്തരവാദിത്തമുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക ദൃഢതയ്ക്കും സുസ്ഥിരമായ വളർച്ചയ്ക്കും ഈ സംരംഭം സഹായിക്കുമെന്ന് അധികൃതർ പറയുന്നു. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. അബുദാബി
അബുദാബിയിൽ ലീഗൽ സേവനങ്ങൾക്കുള്ള ഫീസ് ഡിജിറ്റലായി കൈമാറാം. അബുദാബി ജുഡീഷ്യൽ വകുപ്പാണ് ഈ നിർണായക മാറ്റം കൊണ്ടുവരുന്നത്. ദുബായിൽ ഭവന നിർമ്മാണ തർക്കങ്ങൾ ഇനി അതിവേഗം പരിഹരിക്കാം. പുതിയ നിയമം അടുത്ത വർഷം പ്രാബല്യത്തിൽ വരും. തൊഴിൽ നിയമങ്ങൾ കർശനമാക്കി കുവൈറ്റ്. തൊഴിലാളികളുടെ ശമ്പളം വൈകിപ്പിച്ചാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മാൻ പവർ അതോറിറ്റി. UAE-യിൽ പൊതുമാപ്പിന് അവസരം നൽകിയിട്ടും താമസരേഖകൾ നിയമപരമാക്കാത്തവർക്ക് പിടിവീഴും. നിയമലംഘകർ കരിമ്പട്ടികയിലാകും. കരിമ്പട്ടികയിൽ പെടുന്നവരെ കാത്തിരിക്കുന്നത് തടവ് ശിക്ഷയും ആജീവനാന്ത വിലക്കും. UAE-യിൽ ലൈസൻസ് ഇല്ലാതെ വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അടച്ചുപൂട്ടി. ലൈസൻസ് ഉള്ളതും അംഗീകൃതവുമായ റിക്രൂട്ട്മെന്റ് ഏജൻസികളുമായി മാത്രം ഇടപാടുകൾ നടത്തണമെന്ന് മുന്നറിയിപ്പ്. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. കല്ലിൽ കൊത്തിവെച്ച അഴകുള്ള ഒരു നഗരം, ജോർദാനിലെ പെട്ര. പനിനീർപ്പൂവെന്നും വിളിപ്പേരുള്ള ടൂറിസ്റ്റ് കേന്ദ്രം. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. റഷ്യക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇടം പിടിച്ച പെൽമേനി. ഇന്ത്യക്കാർക്ക് പ്രിയങ്കരമായ മോമോസുമായി ഇതിനെന്താണ് ബന്ധം?